ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടിയ വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മള് കുറച്ച് ചെടി വാങ്ങിച്ചു കേട്ടാ. കാറ്റ്സ് ഗ്ലോവിലെ കുറേ ആയി യൂട്യൂബിലൊക്കെ ഓരോ വീടുകളും വളരെ മനോഹരമായിട്ടൊക്കെ അലങ്കരിച്ച് കണ്ടപ്പോ ഒരു കൊതി. അപ്പൊ എന്ത് വാങ്ങിച്ചു? കാറ്റ്സ് ഗ്ലോവ് വാങ്ങിച്ചു കേട്ടാ. അപ്പൊ ആ ചെടിയെ കുറിച്ച് ഒരുപാടായി ഇങ്ങനെ അന്വേഷിക്കുന്നു. അങ്ങനെ എനിക്ക് കിട്ടി. കയ്യിൽ കിട്ടിയപ്പോൾ അതെന്തായാലും ഇത് വാങ്ങിച്ചു. ഇനി അതൊന്ന് ചട്ടിയിൽ ആക്കട്ടെ. അപ്പൊ അതിന് വേണ്ട മണ്ണ് ചട്ടിയിലേക്ക് കോരിയിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ മണ്ണൊക്കെ നിറച്ച് വളമൊക്കെ ഇട്ടിട്ട്, വളം കാര്യമായിട്ടൊന്നും ഇടില്ല, ഉണങ്ങിയ ഇലകളും മണ്ണും ചാണകപ്പൊടി അതൊക്കെ ഇട്ടിട്ട് വേണം നമുക്കതൊന്ന് സെറ്റാക്കാൻ. മഞ്ഞ പൂവോട് കൂടിയിട്ട് ഇങ്ങനെ കോളാമ്പിപ്പൂ പോലെ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? നിറയെ ചില വീടുകളൊക്കെ എന്തൊരു ഭംഗിയല്ലേ. അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോ എനിക്ക് ഒരിക്കൽ കൊതി തോന്നിയിട്ട് കുറേയിട്ട് നടക്കണം, എവിടുന്നാ കിട്ടുകയെന്നറിയാതെ അങ്ങനെ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അപ്പൊ തന്നെ വാങ്ങിച്ചു. ഇനി അത് നടട്ടെ കേട്ടോ. എന്നിട്ട് വീടുമേക്ക് ഇങ്ങനെ പടർത്തിട്ട്, എല്ലായിടത്തും അങ്ങനെ നിറയെ പൂവുണ്ടാവുമെന്ന് അറിയില്ല. നല്ല വെയിൽ കിട്ടുന്നിടത്തേ പൂവുണ്ടാവുള്ളൂ. ഇവിടെ ആണെങ്കിൽ അങ്ങനെ ചെടികളൊന്നും അങ്ങനെ വെയിലത്ത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളല്ല. കാരണം തണലാണ്, മരങ്ങളുടെ ഒക്കെ തണലിലൊക്കെയാണ് കൂടുതലും. തണലായതുകൊണ്ട് തന്നെ ചെടികൾ അങ്ങനെ കാര്യമായിട്ട് പൂവിടുമോ തോന്നുന്നില്ല. എന്നാലും വെച്ച് നോക്കട്ടെ, പെട്ടെന്ന് ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് ആദ്യം ഈ ഉണങ്ങിയ ഇലകളൊക്കെ, അത് പിന്നെ സുലഭമായിട്ടുണ്ടല്ലോ, അപ്പൊ അത് കുറച്ചിട്ടു. ഈ മണ്ണും ഇട്ടതിന് ശേഷം നമ്മൾ ആ കവറ് കീറി അത് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് പൂവിട്ട് വരികയാണെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം. കാറ്റ്സ് ഗ്ലോവ് കേട്ടോ അതിന്റെ പേര്. അത് എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ, അതുമ്പോൾ നല്ല ഈ പൂച്ചയുടെ നഖം പോലെ ഇങ്ങനെ നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞ് അങ്ങനെ മാന്തുന്ന രീതിയിൽ, ഇറുക്കി പിടിക്കുന്ന രീതിയിലുള്ള നഖങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഴജന്തുക്കളൊന്നും വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വീടുമേക്ക് തന്നെയാണ് പടർത്തിയിട്ടുള്ളത്. ഇപ്പൊ എന്തായാലും എല്ലായിടത്തും പാമ്പാണെന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഒരു പേടിയുണ്ട്. എന്നിരുന്നാലും ഇതൊന്നും വരില്ല അത്ര. ഇങ്ങനെ ഒരു പൂച്ചനകം പോലെ ഉള്ളത് കൊണ്ട് ഇഴജന്തുക്കളൊന്നും അതുമേക്ക് കയറില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നോക്കാം. പിന്നെ നമ്മള് ആദ്യം ഞാനിവിടെ ഈ ഈശ്വരമുല്ലല്ലേ, ചുവന്ന നല്ല പച്ച ഇലയും അതുമേ ചുവപ്പ് പൂക്കളുള്ളത് ഈശ്വരമുല്ല വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ പേടിച്ചിട്ട് എടുത്ത് കളഞ്ഞു വിട്ടു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.